ശരി, പോളിംഗ് ബൂത്തിന് പുറത്തേക്ക് എത്തിയിട്ട് സംസാരിക്കാം എന്നതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വെണ്ണക്കരയിലെ ബൂത്തിലാണ് എത്തിയത്. അവിടെയാണ് ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായത്. ചിലർ അത് ചോദ്യം ചെയ്തു, ബൂത്തിനുള്ളിൽ കയറുന്നത് ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്ഥാനാർത്ഥി ബൂത്തിൽ കയറിയത് എതിർത്തതോടെയാണ് അവിടെ ചെറിയ വാക്കുതർക്കം ഉണ്ടായത്. പോലീസൊക്കെ ഉണ്ടായിരുന്നു. പ്രശ്നം പരിഹരിച്ചു. ഇപ്പോൾ രാഹുൽ എന്തായാലും പുറത്തേക്ക് പോവുകയാണ്. സ്ത്രീകളോടായി നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് രാഹുൽ പറയുന്നുണ്ടായിരുന്നു. ആണുങ്ങളായതുകൊണ്ടാണ്. ആണുങ്ങളെ എല്ലാരും ആണുങ്ങളാണ്. നമ്മളവരോട് സംസാരിക്കാറ് അവരുദ്യോഗസ്ഥരൊന്നല്ലോ. നിങ്ങൾ മാറിക്കും, നിങ്ങൾ മാറിക്കും. അവരുദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുന്ന മഹാഭൂരിപക്ഷം നമ്മുടെ വോട്ടാ. ആ തലമുണ്ടാക്കാൻ നോക്കിയല്ലേ. എന്നെ പുറത്താക്കാൻ പറ്റുമോ? നിങ്ങൾ പറയുമ്പോൾ നിർത്തി വെക്കാൻ നിൽക്കല്ലേ. ആർക്കും പേടിയൊന്നും. നിങ്ങൾ ആർക്കും പേടി? അവകാശത്തിലാണ് നിൽക്കുന്നത്. വോട്ട് ചെയ്ത് ഇത്ര പണം പഠിക്കാൻ പറ്റുമോ? വോട്ട് ചെയ്ത് ഇത്ര പണം പഠിക്കാൻ പറ്റുമോ? എന്നെ മാറ്റാൻ പറ്റുന്നതാ. എന്നെ മാറ്റാൻ പറ്റില്ല. ഞാൻ കാണ്ടറ്റ മാറ്റാൻ പറ്റത്തില്ല. ആ വർത്താനം വേണ്ട. എന്നെ മാറ്റാൻ പറ്റില്ലെങ്കിൽ കാണ്ടറ്റ. BJP-ക്കാർ വോട്ട് ചെയ്തവരെ മാറ്റും. വോട്ട് ചെയ്തവരെ മാറ്റും. വോട്ട് ചെയ്തവരെ മാറ്റും. വോട്ട് ചെയ്തവരെ മാറ്റും. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള വെണ്ണക്കരയിലെ ആണ് നമ്മൾ ഇപ്പോൾ ഈ വാക്കുതർക്കം കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ബൂത്തിലേക്ക് എത്തി അവിടെ പ്രവേശിച്ചത് ചിലർ ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പക്ഷെ കാൻഡിഡേറ്റ് ആണ്, വരാം എന്ന് പറഞ്ഞ് രാഹുൽ അവിടെ തുടരുന്നുണ്ട്. പോലീസ് ആ സ്ഥിതി അവിടെ ഒന്ന് നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ്. വോട്ട് ചെയ്തവരുണ്ടെങ്കിൽ പുറത്തേക്ക്, ബാക്കി വോട്ട് ചെയ്യാനുള്ള ഒരു ക്യൂവിൽ നിൽക്കും. കാൻഡിഡേറ്റ് ഇവിടെ വോട്ട് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് പുറത്തു പോകണം. നിങ്ങൾ നിന്നോളൂ. അവരും കൂട്ടം കൂടി നിൽക്കുന്നു. ഫോൺ വിളിക്കാൻ പറ്റില്ല. പിന്നെ അയാൾക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ളവരാണെങ്കിൽ ജോലി നിൽക്കാം. വോട്ട് ചെയ്യാത്തവരാണെങ്കിൽ പുറത്തു പോകണം. അതാ പറഞ്ഞത്. അത്രേ പറയണുള്ളൂ. വോട്ട് ചെയ്യുന്നവര് അവിടെ വോട്ടർമാർ ബാക്കിയുള്ളവരൊക്കെ അതിന് പുറത്തു പോകണം. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ വെണ്ണക്കരയിലാണ് ഇപ്പോൾ ഈ പ്രശ്നമുണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതോടുകൂടിയാണ് വാക്കുതർക്കമുണ്ടായത്.